കോട്ടയം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗുരുനാരായണ ധർമ്മ സമന്വയ ട്രസ്റ്റ് ചേർത്തലയിൽ ഗുരുനാരായണ ധർമ്മ സമന്വയ ശിബിരവും ഗുരുപൂർണിമ ആഘോഷവും സംഘടിപ്പിച്ചു. യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുനാരായണ സേവാനികേതൻ ട്രസ്റ്റ് ചേർത്തലയിൽ ഗുരുനാരായണ ധർമ്മ സമന്വയ ശിബിരവും ഗുരുപൂർണിമ ആഘോഷവും സംഘടിപ്പിച്ചു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് UDF കാലങ്ങളായി വിജയിച്ചുകൊണ്ടിരുന്ന പല മണ്ഡലങ്ങളിലും LDF വിജയം നേടിയത് NDA മത്സരരംഗത്ത് എത്തിയതോടെയാണ്. മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരത്തിൽ UDFന്റെ വോട്ടുകൾ NDA പിടിക്കുന്നതുകൊണ്ടാണ് LDFന് വിജയം ഉണ്ടാകുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി സംസാരിക്കുന്നത്. LDFന്റെ ജീവനാഡിയായ അടിസ്ഥാന വർഗത്തെ തള്ളിപ്പറയുന്ന രീതി ശരിയല്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ചേർത്തല യൂണിയൻ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ചേർത്തല യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ TN അയ്യപ്പൻ അധ്യക്ഷത വഹിച്ചു. യോഗം കൗൺസിലർ PT മൻമഥൻ ശിബിര സന്ദേശം നൽകി. അമ്പലപ്പുഴ യൂണിയൻ പ്രസിഡന്റ് P ഹരിദാസ്, അടൂർ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ അഡ്വക്കേറ്റ് മണ്ണടി മോഹനൻ, ചേർത്തല മേഖലാ ചെയർമാൻ KP നടരാജൻ, പാണാവള്ളി മേഖലാ ചെയർമാൻ KL അശോകൻ, അരൂർ മേഖലാ കൺവീനർ KM മണിലാൽ എന്നിവർ പ്രസംഗിച്ചു. സേവാനികേതൻ ട്രസ്റ്റി TS രാജേന്ദ്ര പ്രസാദ് സ്വാഗതവും സാനന്ദ് ചേർത്തല നന്ദിയും പറഞ്ഞു. എന്തുകൊണ്ട് സർവമത സമ്മേളനം നടത്തി? കുമാരനാശാൻ അവിടേക്ക് എന്ത് പറഞ്ഞു വിട്ടു? കുമാരനാശാൻ എഴുതിയ ദുരവസ്ഥയുടെ വാചകങ്ങൾ വരികൾ നിങ്ങൾ വായിക്കണം. അപ്പോഴേ ഈ രാജ്യത്ത് അടിച്ചമർത്തപ്പെട്ട, അവകാശം നിഷേധിക്കപ്പെട്ട് ഈ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഈവരാതി പിന്നോക്കാരുടെ അവസ്ഥ എവിടെ കിടക്കുന്നു? നമ്മുടെ ആദർശം പറഞ്ഞാൽ പാരം. എല്ലാവരും ആദർശമല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്? ഗുരുവിൻ്റെ ആദർശം. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഇങ്ങനെയെല്ലാം നമ്മുടെ ദർശനം പഠിപ്പിക്കുന്ന ആരാണ്? മലബാർ നമ്മുടെ പാർട്ടി സെക്രട്ടറി അദ്ദേഹം ഈ ദർശനങ്ങൾ ഇവിടെ പറയുന്നത് മലബാറിൽ മലപ്പുറത്തുള്ളൂ എന്ന് പറയാൻ സാധിക്കുമോ? പാർട്ടി സെക്രട്ടറി അദ്ദേഹത്തിന് എനിക്ക് വളരെ സ്നേഹം കൊണ്ട് ബഹുമാനമുണ്ട്. SNDP എന്താണെന്നും SNDP യോഗത്തിൻ്റെ പ്രവർത്തനം എന്താണെന്നും അതിൻ്റെ ശൈലി എന്താണെന്നും അദ്ദേഹത്തിന് അറിയില്ല, മലബാറിൽ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ പ്രശ്നങ്ങളെല്ലാം നടത്തിയത് പത്തനംതിട്ടയിൽ മലത്തുനിന്നാണ്. എന്തുകൊണ്ട് മലബാറിൽ മലപ്പുറത്തൊന്നും പ്രസംഗിക്കുന്നില്ല? എന്നാൽ ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഇതിற்கு മുമ്പ് സെക്രട്ടറി ആയിട്ടിരുന്നവരുണ്ട്. ഇതെല്ലാ മതങ്ങളെയും സമന്വയിച്ചുകൊണ്ട് ഭംഗിയെ കൊണ്ടുവരുന്ന കൊടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം ഒരു മതത്തെയും തള്ളിയില്ല, ഒരു വിശ്വാസികളെയും സംഘടനയെയും അദ്ദേഹം എതിർത്തിട്ടില്ല. എല്ലാവരെയും സമന്വയിപ്പിച്ച് സന്തോഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഭരണം നടത്തിയ ശക്തനായ ഒരു പാർട്ടി സെക്രട്ടറിയായിരുന്നു കൊടിയേരി. എന്നാൽ ഇദ്ദേഹം വന്ന ശേഷം ഇന്ന് SNDP മാത്രമാണ് അവരെ തൊണ്ടത്. എന്നാൽ ക്രിസ്ത്യാനിക്കിട്ട് എന്താ തൊണ്ടാത്തത്? മുസ്ലിം എന്താ തൊടാത്തത്? ഇതൊന്നും ആലോചിക്കണം. അവർക്ക് വാരി കൊടുക്കാനും പാലസ്തീൻ പ്രശ്നം തൊട്ട് എല്ലാ പ്രശ്നത്തിലും നമ്മളെല്ലാം ഇറക്കി ഇവിടെ എന്തെല്ലാം സമരം നടത്തി, അത് സമ്മേളനം നടത്തി. ഈ ന്യൂനപക്ഷ പീഡനം ഈ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു കൊടുത്തു? രാജ്യത്തിൻ്റെ ഖജനാവുകൾ മുഴുവൻ തുറന്നു കൊടുത്തത് 4 കഥ തുറന്നു കൊടുത്തില്ലേ അവർക്ക് വേണ്ടി? സമ്പത്ത്